എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് അണ്ടർ ഫോർവേഡ് ചാർജ് എന്നുള്ള ടോപ്പിക്കാണ്. അത് സെക്ഷൻ 13 സബ്സെക്ഷൻ 2ലാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ടൈം ഓഫ് സപ്ലൈയിൽ ഗുഡ്സിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഫോർവേഡ് ചാർജ് അതേപോലെ റിവേഴ്സ് ചാർജ് മെക്കാനിസം രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതേപോലെ തന്നെ സർവീസസിൻ്റെ കേസിൽ ഇതേപോലെ ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നമ്മുടെ ഒരു ടേബിൾ CMAയുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 3 കേസായിട്ടാണ് ഇത് വരുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് നോക്കാം. ഇഫ് ദി ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് വിത്തിൻ എ പീരീഡ്. എന്താണ് ഇൻവോയ്സ് മേലിൽ പറഞ്ഞിട്ടില്ല. സെക്ഷൻ 31 പ്രകാരമുള്ള ടൈം പീരീഡിനുള്ളിലാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് വരിക? ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. എപ്പോഴാണോ ഇൻവോയ്സ് സപ്ലയർ ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ്, അല്ലെങ്കിലോ ദി ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ്. ഈ 2 ഡേറ്റിൽ ഏതാണോ ഏർലിയർ, ഏതാണോ ആദ്യം നടക്കുന്നത് ആ ഡേറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത് ഒന്നും കൂടി പറയാം. അതായത് ഇൻവോയ്സ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിന് ഉള്ളിൽ സെക്ഷൻ 31 പ്രകാരം പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താ, ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ് ബൈ സപ്ലയറും അതേപോലെ ദി ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെൻറ്റ്. ഈ 2 കേസാണ് എന്തിൽ വരുന്നത്, ടൈം ഓഫ് സപ്ലൈയിൽ വരുന്നത്. ഓക്കെ, വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് നമ്മൾ എടുക്കുക. ഇനി നേരെ മറിച്ച് രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്, ഇഫ് ദി ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂഡ് വിത്തിൻ എ പീരീഡ്. എന്താണ്, ഇൻവോയ്സ് കറക്റ്റ് ടൈമിൽ വിത്തിൻ എ പീരീഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്തില്ല എങ്കിൽ എന്താണ് അവിടെ ടൈം ഓഫ് സപ്ലൈ വരിക? അപ്പോൾ എന്താ ടൈം ഓഫ് സപ്ലൈ? ദി ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സർവീസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് ദി ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സർവീസ് അല്ലെങ്കിൽ എന്താണ് ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്താണ് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ്. ഈ 2 ഡേറ്റിൽ വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് എന്തെടുക്കുക, പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനി അതർ കേസിൻ്റെ കാര്യം പറയേണ്ടത് അതെങ്ങനെയാണ്, ദി ഡേറ്റ് ഓൺ വിച്ച് ദി റെസിപ്പിയൻറ്റ് ഷോസ് ദി റെസീറ്റ് ഓഫ് സർവീസസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. എന്താണ് ഇനി ഇത് 2ലും അല്ലാത്ത കേസിൽ വേറെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ ടൈം ഓഫ് സപ്ലൈ ചെയ്ത ഡേറ്റാണ് നമ്മൾ കണക്കാക്കുക. അതായത് റെസിപ്പിയൻ്റെ ബുക്കിൽ ആരാണോ സർവീസ് റിസീവ് ചെയ്യുന്നത് അയാളാണ് റെസിപ്പിയൻറ്റ്. ഓക്കെ, അപ്പോൾ ആ റെസിപ്പിയൻറ്റിൻ്റെ ബുക്കിൽ സർവീസസ് എപ്പോഴാണോ ബുക്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ആ ഡേറ്റാണ് എന്ത് ഡേറ്റ് എടുക്കുക, നമ്മളിവിടെ അതർ കേസിൽ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് കാര്യങ്ങൾ ഇതിൽ ടൈം ഓഫ് സപ്ലൈ പഠിച്ചു. അതിലെങ്ങനെയാണ് ഇൻവോയ്സ് നമ്മൾ വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ് ബൈ സപ്ലയറോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ എടുക്കുന്നു. അല്ല, നോട്ട് അണ്ടർ ദി പീരീഡ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് ആണെങ്കിലോ ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സർവീസും അതേപോലെ ദി ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് പേയ്മെൻറ്റും വിച്ച് എവർ ഈസ് ഏർലിയർ എടുക്കുന്നു. ഇനി അതർ കേസ് വരുന്ന സമയത്തോ റെസിപ്പിയൻ്റെ ബുക്കിൽ എന്നാണോ അത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ആ ഡേറ്റ് എടുക്കുന്നു. അതാണ് എന്ത് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മളവിടെ കണക്കാക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ് ഓഫ് റെസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 എണ്ണമായിട്ട് നമ്മൾ കണക്കാക്കും. ഒന്ന് വെൻ ദി ബുക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ദി ബുക്സ് അക്കൗണ്ട് ഓർ വെൻ ദി പേയ്മെൻറ്റ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് നമ്മളെന്താ റെസീറ്റ് ഓഫ് പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കുക. അത് കഴിഞ്ഞ ഗുഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ, അത് മനസ്സിലാക്കി വയ്ക്കുക. then അടുത്ത്
ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അത് തന്നെ റിവേഴ്സ് ചാർജ്. നമ്മൾ ഫോർവേഡ് ചാർജ് സെക്ഷൻ 13 സബ്സെക്ഷൻ 2 പ്രകാരം പഠിച്ചു. ഇനി ഇതെന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണക്കാക്കുക എന്നാണ് പറയുന്നത്. ഇതിൽ റിവേഴ്സ് ചാർജ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടാവുക? സപ്ലയർ അല്ല, നേരെ മറിച്ച് റെസിപ്പിൻ്റാണ് ടാക്സ് അടയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റിവേഴ്സ് ചാർജിൻ്റെ കേസിലാണെങ്കിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ഡേറ്റാണ് നോക്കേണ്ടത് നോക്കുക. അതിൽ വിച്ച് എവർ ഈസ് ഏർലിയറാണ് നമ്മൾ എടുക്കുക. കോമൺ ആയിട്ട് എല്ലാത്തിലും വിച്ച് എവർ ഈസ് ഏർലിയറാണ് എടുക്കുക. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഡേറ്റാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താ, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് ഈസ് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി റെസിപ്പിയൻറ്റ്. അതായത് റെസിപ്പിയൻ്റെ ബുക്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത ഡേറ്റ്. ഒരു ഡേറ്റ് ഏതാണ്, റെസിപ്പിയൻറ്റിൻ്റെ ബുക്സ് അക്കൗണ്ടിൽ എന്നാണോ ഈ സർവീസ് റെക്കോർഡ് ചെയ്തത് ആ ഡേറ്റ്. രണ്ടാമത്തെ ഡേറ്റ് എന്താ പറയുന്നത്, ദ ഡേറ്റ് ഓൺ വിച്ച് ദി പേയ്മെൻറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റായ ഡേറ്റ്. ഓക്കെ, പേയ്മെൻറ്റ് ഡെബിറ്റായ ഡേറ്റ്. മൂന്നാമത്തെ എന്താ, 61st ഡേ ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള 61ാമത്തെ ദിവസം എന്നാണോ അത് ആ ഡേറ്റ്. ഓക്കെ, അതായത് സപ്ലയർ ഇഷ്യൂ ചെയ്തു, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള 61ാമത്തെ ദിവസം എന്നാണോ അതാണ് എന്താ പറയുന്നത് 61st ഡേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ഡേറ്റിൽ വിച്ച് എവർ ഈസ് ഏർലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ, സപ്ലൈ ഓഫ് സർവീസിൽ റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എൻ്റർ ചെയ്തതിൻ്റെ ബുക്സ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് എന്നാണ് എൻ്റർ ചെയ്യുന്ന ആ ഡേറ്റ്. മറ്റേതെന്താണ്, പേയ്മെൻറ്റ് ഡെബിറ്റഡ് ഫ്രം ദി ബാങ്ക് അക്കൗണ്ട് എന്നാണോ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ്. അതും അല്ലെങ്കിലോ 61st ഡേ ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ 61ാമത്തെ ദിവസം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ഇല്യൂസ്ട്രേഷൻ 21 ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. മിസ്റ്റർ റാം പ്രൊവൈഡ് സർട്ടൻ സർവീസസ് ടു മിസ്റ്റർ നാഥ് വിച്ച് ഫാൾ അണ്ടർ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് ബേസിസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് സർവീസസ് ഉണ്ട്, അത് നോക്കാം. ഓൺ 10th ഇതിൻ്റെ പ്രോബ്ലം, റിവേഴ്സ് ചാർജിൻ്റെ പ്രോബ്ലമാണ് നോക്കാം. 10/4/2023 സർവീസസ് പ്രൊവൈഡഡ് ടു മിസ്റ്റർ നാഥിന് റാം എന്ത് ചെയ്തു, സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഏത് ഡേറ്റിലാണ്, 10/4/2023. അടുത്തെന്താ, 12/4/2023 മിസ്റ്റർ റാം ഇഷ്യൂ ഇൻവോയ്സ് ടു മിസ്റ്റർ നാഥ്. സർവീസ് 10-ാം തീയതി കൊടുത്തു, 12-ാം തീയതി എന്ത് ചെയ്യുന്നു, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. അടുത്താണ് 10th July 2023 എന്താണ്, ദി പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ മിസ്റ്റർ നാഥ് ത്രൂ ചെക്ക് ആൻഡ് റെക്കോർഡ് ഇൻ ദി ബുക്സ് അക്കൗണ്ട്. എന്താണ്, പേയ്മെൻറ്റ് എന്ത് ചെയ്തു, നാഥ് എന്ത് ചെയ്തു, ചെക്ക് വഴി പേയ്മെൻറ്റ് ചെയ്തു. അതെന്താ, ബുക്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു. അടുത്ത 15th 7 2023 എന്താണ്, ദി പേയ്മെൻറ്റ് ഗെറ്റ്സ് ഡെബിറ്റഡ് ഫ്രം നാഥ്സ് ബാങ്ക് അക്കൗണ്ട്. നാഥിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്താണ്, പേയ്മെൻറ്റ് ഡെബിറ്റായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കേസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം, റിവേഴ്സ് ചാർജിൻ്റെ കേസാണ് കേട്ടോ. റിവേഴ്സ് ചാർജിൻ്റെ ബേസിസ് എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം, ഇതിൽ 3 ഡേറ്റാണ്. ഒന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എൻ്റേർഡ് ദി ബുക്സ് അക്കൗണ്ട്. ഓക്കെ, റെസിപ്പിയൻ്റെ ബുക്സ് അക്കൗണ്ടിൽ എപ്പോഴാണോ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ആ ഡേറ്റ്. രണ്ടെന്താ, ഡേറ്റ് ഓൺ വിച്ച് ദി പേയ്മെൻറ്റ് ഈസ് ഡെബിറ്റഡ് ഫ്രം ദി ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്ന ഡേറ്റ്. അടുത്ത എന്താ, 61st ഡേ ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് ബൈ സപ്ലയർക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ആ ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് സൊല്യൂഷൻ നോക്കാം, എളുപ്പമാണ് കേട്ടോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയുള്ളൂ. ഫസ്റ്റ് നമുക്ക് എന്താ, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എടുക്കണം അല്ലേ. എന്നാണ് പേയ്മെൻറ്റ് കിട്ടുന്ന ഡേറ്റ് എന്നാ, അതായത് ബുക്സ് അക്കൗണ്ടിൽ റെസിപ്പിയൻറ്റ് റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് 10/7/2023. അപ്പോൾ ഒരു ഡേറ്റ് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, പേയ്മെൻറ്റ് ഡെബിറ്റ് ചെയ്യുന്ന ഡേറ്റ്. ഓക്കെ, ഡെബിറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാ 15th 7 2023 എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ഡെബിറ്റ് ആവുന്നത്. ഓക്കെ, 15/7/2023. ഇനി അടുത്തെന്താ,
the date immediately following 60th day from the date of issuance of invoice. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 61st ഡേ ഓഫ് ഫ്രം ഇഷ്യൂ ഓ ഇൻവോയ്സ് ബൈ സപ്ലയർ. ഓക്കെ, 61st ഡേ എന്ന് പറയുന്നത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള 61ാം ദിവസം എന്നാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്നാ നമുക്ക് 12/4 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് പ്ലസ് 61 ദിവസം കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് എന്ത് വരും? 12/6/2023 എന്ന് വരും. അപ്പോൾ ഈ 3 ഡേറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് കിട്ടി, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10/7/2023. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഡെബിറ്റ് ചെയ്ത ഡേറ്റ് എന്താ കാണുന്നുണ്ട്? 15/7/2023 ഉണ്ട്. അപ്പോൾ വിച്ച് എവർ ഈസ് ലോവർ ആയിട്ട് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏതാ? വിച്ച് എവർ ഈസ് ഏർലിയർ, ലോവർ അല്ല ഏർലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഏറ്റവും ആദ്യം നടക്കുന്ന ട്രാൻസാക്ഷൻ ഏതാ? 10/7/2023 ആണ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് കമ്പയർ ചെയ്യുമ്പോൾ 10/7/2023 എന്ത് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. പക്ഷേ നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനായിട്ടും കൂടി കമ്പയർ ചെയ്യണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? 61st ഡേ നോക്കുന്ന സമയത്ത് 12/6/2023 ആണ് ഡേറ്റ് വരുന്നത്. അപ്പോൾ 12/6/2023 അല്ലേ എന്ത് പറയുന്നത് ഏർലിയർ ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഏർലിയർ ഡേറ്റ് 3 കൂടി കമ്പയർ ചെയ്യുമ്പോൾ 12th June 2023 ആണ് എന്തായിട്ട് വരിക? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഓക്കെ, എളുപ്പം നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എല്ലാം നമുക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് നാം വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.